സുരേഷ് ഗോപി മോദിക്ക് നൽകിയ സമ്മാനം തനിത്തങ്കം. മകളുടെ വിവാഹ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി നൽകിയ തനിത്തങ്കത്തിലുള്ള ഒരു സ്വർണ്ണ തളികയാണ്. സ്വർണ്ണക്കരവിരുതിൽ വിദഗ്ധനായ അനു അനന്തനാണ് സ്വർണ്ണത്തളിക നിർമ്മിച്ചിരിക്കുന്നത്. മകളുടെ വിവാഹ ചടങ്ങിനെത്തുന്ന മോദിക്ക് അമൂല്യമായ ഒരു സമ്മാനം കൊടുക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് അദ്ദേഹം ഒരു സ്വർണ്ണ തളിക തന്നെ ഇപ്പോൾ സമ്മാനമായി മോദിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി ഈ സമ്മാനം നൽകുന്നതിന് മുന്നോടിയായി തന്നെ SPG ഉദ്യോഗസ്ഥർ ഈ തളിക പരിശോധിച്ചിരുന്നു. അതേസമയം ഈ തളിക എത്ര ക്യാരറ്റിലാണ് തീർത്തിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതിന്റെ മൂല്യമോ സംബന്ധിച്ച വിവരങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും ലഭ്യമല്ല. മോദിക്ക് ഒരു അമൂല്യമായ സമ്മാനം നൽകണമെന്നത് സുരേഷ് ഗോപിയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇതേ തുടർന്നാണ് സ്വർണ്ണ തളിക നിർമ്മിച്ചത്. മാത്രമല്ല, ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണ കിരീടം നിർമ്മിച്ച അനു അനന്തൻ തന്നെയാണ് മോദിക്കുള്ള സ്വർണ്ണ തളികയും നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ. ഇതിന്റെ വിശദമായ പരിശോധനയ്ക്ക് SPG പൂർത്തിയാക്കി. ആരാണ് നിർമ്മിച്ചത്, എവിടെയാണ് നിർമ്മിച്ചത് തുടങ്ങി എല്ലാ വിവരങ്ങളും കേന്ദ്ര ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. നരേന്ദ്രമോദി വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപി ഇത് നൽകിയത്. ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ സുരേഷ് ഗോപി മകൾക്കും ഭാര്യയ്ക്കുമൊപ്പമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എത്തിയതും. പെരുന്നാളിനെത്തിയപ്പോൾ നേർന്നത് പ്രകാരമായിരുന്നു സ്വർണ്ണ കിരീടം സമ്മാനിച്ചത്. ഏകദേശം 5 പവനിലാണ് ഈ കിരീടം നിർമ്മിച്ചത് എന്നാണ് വിവരങ്ങൾ. പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് പിന്നാലെ സുരേഷ് ഗോപി മടങ്ങുകയായിരുന്നു. 2 ആഴ്ച കൊണ്ടാണ് കിരീടം പണിതെന്നാണ് അനു അനന്തൻ പറയുന്നത്. ഏറ്റവും ഭംഗിയായ കിരീടം വേണമെന്ന് മാത്രമേ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. സുരേഷ് ഗോപി തന്ന സ്വർണത്തിൽ തന്നെയാണ് ഈ കിരീടം പണിതതെന്നും നിർമ്മാണത്തിന് പിന്നാലെ ബാക്കി വന്ന സ്വർണം സുരേഷ് ഗോപിക്ക് തന്നെ കൈമാറിയെന്നുമാണ് അനു അനന്തൻ പറയുന്നത്. തുടർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം മോദിക്ക് ഒരു അമൂല്യമായ സമ്മാനം നൽകണമെന്ന് സുരേഷ് ഗോപി തന്റെ ആഗ്രഹം പറയുന്നത്. തുടർന്ന് സ്വർണ്ണ തളിക നിർമ്മിച്ച് നൽകുകയായിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളിൽ ചിലതൊക്കെ അദ്ദേഹം തന്നെ ലേലം ചെയ്യാറുണ്ട്. 912 മെമന്റുകൾ നേരത്തെ തന്നെ അദ്ദേഹം ഈ ലേലം ചെയ്തിരുന്നു. ഗംഗാ പദ്ധതിക്കായി തുക വിനിയോഗിക്കുമെന്നാണ് അറിയുന്നത്. ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സിൽ ലേലത്തിന് വെച്ചിരുന്ന സമ്മാനങ്ങളിൽ 75 ലക്ഷം രൂപ മൂല്യമുള്ള മെമന്റോകൾ പോലും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ ഘാട്ടുകളുടെ മനോഹരമായ ഒരു കലാസൃഷ്ടി പോലും അതിൽ ഉൾപ്പെടുകയാണ്. പ്രശസ്ത കലാകാരനായ പരേഷ് മീറ്റിയാണ് പ്രധാനമന്ത്രിക്ക് ഈ സമ്മാനം നൽകിയത്. അതേസമയം വർഷങ്ങളായി തനിക്ക് ലഭിച്ച സമ്മാനങ്ങളൊക്കെ ലേലത്തിന് വെച്ചപ്പോൾ ലഭിച്ച മികച്ച പ്രതികരണം സന്തോഷിപ്പിക്കുന്നുവെന്നും ആർക്കും ലേലത്തിൽ പങ്കെടുക്കാമെന്നുമായിരുന്നു പ്രധാനമന്ത്രി അന്ന് എക്സിലൂടെ വ്യക്തമാക്കിയത്. ഇത്രയധികം സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന പ്രധാനമന്ത്രി പ്രോട്ടോകോൾ അനുസരിച്ച് മനോഹരമായ സമ്മാനങ്ങൾ അതിഥികൾക്കും നൽകാറുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡന് പ്രധാനമന്ത്രി നൽകിയ പ്രത്യേക സമ്മാനം വരെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള ഒരു കരകൗശല വിദഗ്ധൻ നിർമ്മിച്ച ചന്ദനപ്പെട്ടിയാണ് സമ്മാനമായി നൽകിയത്. കർണാടകയിൽ മൈസൂരിൽ നിന്നുള്ള ചന്ദനത്തടി കൊണ്ട് നിർമ്മിച്ച ബോക്സിലെ സങ്കീർണമായ കൊത്തുപണികളാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിൽ നിരവധി വ്യത്യസ്തമായ സമ്മാനങ്ങളടക്കം പ്രധാനമന്ത്രിയും നൽകിയിട്ടുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അതിഥിയായിട്ടോ അല്ലെങ്കിൽ വിവാഹം ക്ഷണിച്ച് വിരുന്നുണ്ണാനോ അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നുമല്ല നമ്മുടെ പ്രധാനമന്ത്രി എത്തിയത്. നമ്മുടെ പ്രധാനമന്ത്രി മോദിയായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന്റെ മുഖ്യ കാർമ്മികൻ. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു മംഗല്യ ഭാഗ്യം മറ്റാർക്കും തന്നെ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഭാഗ്യ എന്ന പേര് പോലെ തന്നെ ഭാഗ്യവതിയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ. പ്രധാനമന്ത്രി പൂമാല എടുത്ത് വധൂവരന്മാർക്ക് നൽകി. അതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ കാലുകൾ തൊട്ട് ഇരുവരും വന്ദിച്ചു. പ്രധാനമന്ത്രി ഇരുവരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി ഇരുവരുടെയും കരങ്ങൾ കൂട്ടിച്ചേർത്തു. അതായത് വിവാഹ ചടങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ നിർവഹിച്ച ഒരു കർമ്മി കൂടി തന്നെയാണ് നരേന്ദ്രമോദി. ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വിവാഹത്തിൽ നേരിട്ട് സന്നിഹിതനായി വധൂവരന്മാർക്ക് ആശംസ അർപ്പിക്കുക മാത്രമല്ല വിവാഹ ചടങ്ങ് നടത്തിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു അത്യപൂർവ കാഴ്ച തന്നെയാണ്. ആ കാഴ്ചയാണ് ഇന്ന് ഗുരുവായൂരിൽ നടന്നത്. മോദി നടത്തിയ ഈ വിവാഹം ഇപ്പോൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ക്ഷേത്ര ചടങ്ങിൽ മോദി പങ്കെടുക്കുന്നതൊക്കെ നാം കാണാറുണ്ട്. അയോധ്യ ക്ഷേത്രത്തിൽ തറക്കല്ലിട്ടത് മോദിയാണ്. അന്ന് മുഖ്യ കാർമ്മികനും അദ്ദേഹം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പാർലമെന്റ് ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് മോദി നിർണായകമായുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം
ചെയ്യുന്ന വിശിഷ്ട പൂജ പ്രധാന കർമ്മങ്ങൾ ചെയ്യുന്നതിനും നരേന്ദ്രമോദി തന്നെയാണ്. അതുപോലെ ഈ വിവാഹ ചടങ്ങിലും ഒരു മുഖ്യ കാർമ്മികന്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് മോദി പങ്കെടുത്തത്. ചടങ്ങ് നടത്തിക്കൊടുത്തു. ഇരുവരെയും യോജിപ്പിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് മോദി ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച മോദി തന്നെയാണ് വധൂവരന്മാർക്ക് മാലയെടുത്ത് നൽകിയത്, കൈപിടിച്ച് നൽകിയത്. ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി തൊട്ടടുത്ത് വിവാഹം നടന്ന 10 വധൂവരന്മാർക്കും ആശംസകൾ അറിയിച്ചു. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.